നമുക്കിന്ന് പകൽക്കാലത്ത് ആരാധനയുടെ അനുഗ്രഹത്തിനായി തിരുവചനം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അതെ 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 മതി. ഞാൻ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ ഒന്നുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു തരുന്നത്. വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവിടുന്ന് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ആത്മീയ വർധനവ് വരുത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജരാക്കുന്നതിനാണ്. അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ നിറവിനനുസരണമായി പരിപൂർണ മനുഷ്യത്വത്തിലേക്ക് വളരുവാൻ ഇടയാകും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയുടെ ആരംഭ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾ കർത്താവെ മുൻപായി കേൾപ്പാനിടയായി തീർന്നു. ഭയമില്ലാതെ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങ് ആക്കിയിരിക്കുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയെ അനുഗ്രഹിക്കണം. തുടർന്ന് അല്പസമയം തിരുവചനവുമായി നിൽക്കുമ്പോൾ നിന്റെ കൃപ കൂടെ ഇരുന്നാട്ടെ. ഒരുമിച്ച് ആശീർവദിക്കും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കരവും ശബ്ദവും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ നല്ല ഞായറാഴ്ച പകൽക്കാലം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപാകെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവുമായി നിൽപ്പാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ ഇന്ന് ഹൈ റേഞ്ചിൽ മീറ്റിങ്ങിന് പോകാനായിട്ട് രാവിലെ തന്നെ പ്ലാൻ ചെയ്തതാണ്. ഇന്നലെ വൈകിട്ട് ബൈക്കിൽ നിന്ന് സ്കിഡ് ചെയ്ത് വീണു. വീഴ്ചയിൽ സൈലൻസർ കാലിൻ്റെ ഭാഗത്ത് മുറിവൊന്നും കാണാൻ വേണ്ടിയില്ല, പക്ഷേ വീഴ്ച ഒരല്പം ആഘാതമായതുകൊണ്ട് കാലിനും കൈക്കൊക്കെ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും. ഇന്നലെ ഞാൻ തിരുവല്ല പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ ഒട്ടും വയ്യാതായി. ഇന്ന് രാവിലെ എണീറ്റിട്ട് കാല് നല്ല വേദന, നീരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈ റേഞ്ച് വരെ ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള ശേഷിയില്ല. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കിന്ന് എവിടെയെങ്കിലും പോകണം. ആരാധന മുടക്കുന്നത് താല്പര്യമുള്ള കാര്യമല്ല, ആരാധന മുടക്കാൻ കഴിയത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പാമ്പാടിയിൽ ഒത്തിരി സഭകളെ അറിയാം, എനിക്കങ്ങനെ താല്പര്യമില്ല. എല്ലായിടത്തും ഒന്നാമത് ഈ ഞായറാഴ്ചയാണ്, എല്ലാവരും വലിയ പ്രതീക്ഷയോടെ അവരെ ദൈവദാസന്മാരെന്ന് കേൾക്കാനിരിക്കുക. ഇവിടെ നിങ്ങളും ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. ഞാൻ വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റർ മെസ്സേജ് കേൾക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. ഞാൻ വിചാരിച്ച് വന്നൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് പോകാമെന്നാ കുറേ കഴിഞ്ഞിട്ടാണ്. പിന്നെ എബി എപ്പോഴും പറയും, വരുമ്പം വിളിച്ചിട്ട് പോന്നാൽ മതി എന്ന് പറയും. അപ്പോൾ എന്നാലും ഒന്ന് ആരാധന മുടക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ രാവിലെ മെസ്സേജ് അയച്ചു, ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇല്ലെങ്കിൽ വേറൊരാളെ ക്രമീകരിച്ചിരിക്കും. ഇല്ല പോരാൻ പറഞ്ഞു. രാവിലെ 9:30 ആയപ്പോൾ അവിടുന്ന് ഇറങ്ങി. കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല. ആരാധനയുടെ നല്ല ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് എത്താൻ കഴിഞ്ഞത്. മറ്റൊന്നുമല്ല, യാത്ര ചെയ്യാനൊരല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരുന്നു. എങ്കിലും വരുവാനും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാനും കർത്താവ് ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ എബി, തൻ്റെ കുടുംബം, ജോബി, ഷായിച്ചാൻ, പ്രിയ ലീഡ് ചെയ്ത കർത്തദാസൻ, എനിക്ക് മുമ്പായി ദൈവജനം സംസാരിച്ച സോൻ ബ്രദർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രിയ ബ്രദർ, എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സഭയുടെ ഓരോ കാര്യങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ഉപവാസ പ്രാർത്ഥനകളൊക്കെ കൃത്യസമയത്ത് വാട്സാപ്പിലൂടെ തൻ്റെ ദാസൻ അയച്ചേരി അത് കാണുവാനൊക്കെ ദൈവമായ കർത്താവ് സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ടും സഭയുടെ ഒരു നല്ല വളർച്ച ഈ ദേശത്തിന് പ്രയോജനമായി തീരട്ടെ. ഒരു യൂണിവേഴ്സൽ ചർച്ച് ദൈവം സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ല അവയവമായി ഈ ദേശത്ത് വളരാൻ ദൈവം ഇടയാക്കുന്നതായി കാണുന്നു. അതിൽ വളരെ സന്തോഷം. ദൈവമായ കർത്താവ് തൻ്റെ ദാസനെയും സഭയും ശക്തമായി ഇനിയും മുൻപോട്ട് നയിപ്പാൻ ഇടയായിത്തരെ. എനിക്ക് ഇവിടെ എല്ലാവരും വലിയ പരിചയം ഇല്ല, എന്നാലും കുറേ പേര് എനിക്കറിയാം. എന്നെ നിങ്ങൾക്കും പരിചയമുള്ളവരുണ്ട്. ഞാനും എബി പാസ്റ്ററുമായിട്ട് ഒന്നിച്ച് ഒരു
14 വർഷത്തോളമുള്ള ഒരു സ്നേഹബന്ധമുണ്ട്. ആ ബന്ധത്തിലാണ് ഞങ്ങൾ ധൈര്യമായിട്ട് ഇന്നും ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സ്നേഹബന്ധം ഞങ്ങളുടെ ഇടയിൽ ഒരു സുഹൃത്ത് ബന്ധമല്ല, ഒരു കുടുംബത്തെ പോലെയാണ്. ആ സ്നേഹം ക്രിസ്തുവിൻ്റെ നാൾ മുതൽ നാളോളം തികപ്പാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവിക കരുണയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ, നമുക്കിവിടെ 12:30 യോഗം തീരുന്ന, 12:30 യോഗം തീരുന്ന, ഒരു 12:20 ആകുമ്പം നമുക്ക് മെസ്സേജ് തീർക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ 11:30 നമുക്ക് ഒരു 45 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ദൈവവചനത്തിൽ നിന്ന് കേട്ട് ദൈവത്തെ ഒന്ന് പാടി ആരാധിച്ച് ദൈവസ്ഥാനിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വായിച്ച വാക്യം എഫീസർക്ക് എഴുതിയ ലേഖനമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും മികവുറ്റ, ഈടുറ്റ, ഘനമേറിയ, കാമ്പുള്ള അനവധി സബ്ജക്റ്റുകൾ നിരത്തി വെച്ചുകൊണ്ട് താൻ എഴുതിയിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്, ഒരു ചാക്രിയ ലേഖനമാണ്. അതായത് പൊതുവായി എല്ലാവർക്കും പ്രയോജനപ്പെടേണ്ട, ആര് ഏത് കാലഘട്ടത്തിൽ വായിച്ചാലും അവർക്ക് പ്രയോജനപ്പെടേണ്ടതിന് പൗലോസ് എഴുതി അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എഫീസർക്ക് എഴുതിയ ലേഖനം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പഴയ നിയമത്തിൽ നിന്നാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് പഴയ നിയമത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്ക് തിരുവചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൽ നിന്ന് ഒരു 5 വിധ ശുശ്രൂഷകളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിപ്പാനിടയായിരുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം സഭയുടെ ഐക്യതയേറിയ വളർച്ചയെ ശക്തമായി വരച്ചു കാട്ടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ് 4-ാമത്തെ ചാപ്റ്റർ. ഇതിനകത്ത് 11-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പെട്ടെന്ന് ഒരു സബ്ജക്റ്റിനെ ഉയർത്തി കാണിക്കുകയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ പറഞ്ഞാട്ടെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ പറഞ്ഞോ ഇടയന്മാരായും, അപ്പം ചിലരെ ഇങ്ങനെ പറഞ്ഞ് ഒരു 5 വിധ ശുശ്രൂഷകളെ വളരെ ശക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം ന്യായപ്രമാണ കാലഘട്ടത്തിലും പ്രധാനപ്പെട്ട 2 വിധ ഓഫീസുകൾ, 2 വിധ ശുശ്രൂഷകളെ കാണിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചക ശുശ്രൂഷയും അതുപോലെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ന്യായാധിപന്മാരുടെ ശുശ്രൂഷകളൊക്കെ കാണാൻ കഴിയും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ പുതിയ നിയമത്തിലും കാണുന്നുണ്ട്. അത് പ്രവചനമാണ്, ഇല്ലേ? ഈ 2 ഓഫീസുകളെ പുതിയ സഭയിലേക്ക് എത്തുമ്പം ഒരു 5 ഓഫീസായിട്ട് കാണിക്കുക. 5 ഓഫീസുകളുള്ള ഒരു ഓഫീസായിട്ട് ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ പോവാം. 5 വിധ ശുശ്രൂഷകൾ. ഇവിടെ പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള നിരവധി വ്യക്തി പ്രഭാവങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്കറിയാം എബി പാസ്റ്റർ ഒരു പ്രവാചകനാണ്, തൻ്റെ കൂടെ ഉള്ള പലരും പ്രവചന ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് പ്രവചനത്തെക്കുറിച്ചൊന്ന് പറയുമ്പം നിങ്ങൾക്ക് വേദന ഉണ്ടാകരുത്. നിങ്ങളുടെ മോഡിഫിക്കേഷനും നിങ്ങളുടെ എഡിഫിക്കേഷനും വേണ്ടി മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആരെയും കുറച്ച് കാണാനോ കൂട്ടി പറയാനോ ഒന്നുമല്ല. അതുപോലെ തന്നെ അപ്പോസ്തോലിക ശുശ്രൂഷ ഇന്ന് നാം ആഗ്രഹിക്കുന്ന, ഇപ്പം നമുക്ക് വരങ്ങളും ഫലങ്ങളുമായിട്ട് 22 കൂട്ടം കാര്യങ്ങളെ പഠിക്കാൻ പറ്റും. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ടതും കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധന നിറവിൽ അപ്പോസ്തലൻ കൃത്യമായിട്ട് വിവരിച്ചിരിക്കുന്ന ഫലങ്ങളും വരങ്ങളുമായിട്ട് 22 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ 9 വരങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വരങ്ങൾ 9 അല്ല, വേറെയും വരമുണ്ട്. പ്രാർത്ഥിക്കാനുള്ളൊരു വരമുണ്ട് കേട്ടോ, സഹായം ചെയ്യാനായിട്ട് വരമുണ്ട്, പരിപാലനം ഒരു വരമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വരങ്ങൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ തന്നെ ഗലാത്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനവും ഒക്കെ പഠിച്ചു വരുമ്പോൾ ഒത്തിരി ഫലങ്ങളും കാണാം. അങ്ങനെ 22 കൂട്ടം ഫലങ്ങളും വരങ്ങളും കിടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു വരമാണ് പ്രവചനം, അല്ലേ? പ്രവചനം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൈവെക്കണം. പ്രവചനം ഇഷ്ടമല്ലാത്ത, ഇപ്പം ഞാനിപ്പോൾ ഈ വേദോത്സവം മടക്കി വെച്ചിട്ട് 2 അന്യഭാഷയും പറഞ്ഞങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പം 100 നിൽക്കാം. കാരണം 2 ദൂതൊക്കെ സുധീഷ് പാസ്റ്റർ പറയും, നാളെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. ഞാൻ നമ്മുടെ ഏറ്റവും വലിയൊരു അങ്കലാപ്പ് അതാ. ഞാൻ സോറി പാസ്റ്റർ പറഞ്ഞ ഒരു വിഷയം ഒന്ന് കൂട്ടിമുട്ടിച്ച് വേണം എനിക്ക് മുന്നോട്ട് പോകാം. കാരണം ഞങ്ങൾ ഒരേ ആത്മാവിനാൽ ശുശ്രൂഷിക്കേണ്ടവരാണല്ലോ. അപ്പോൾ ഏക ആത്മാവാകുമ്പം ഏക ഒരു മനോഭാവത്തിൽ പോവുകയും വേണം. അപ്പം അതുകൊണ്ട് വളരെ ഭയവും വളരെ ടെൻഷനും അടിച്ചിരിക്കുന്ന 10 പേരെ മുമ്പിൽ 2 പേരാ കൃത്യമായ മറുപടി നൽകിയത്. ഈ മറുപടി പറയാൻ വന്നവരുടെ കയ്യിൽ റിസൾട്ടും ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പം ഈ യോശുവയും കാലേബും
കാലേബിനെ കുറിച്ച് പറഞ്ഞ അവൻ വേറൊരു മനസ്സുണ്ട്. യോശുവയെ പറഞ്ഞ് അവൻ നല്ലൊരു മനസ്സുണ്ടെന്ന, ഒരു നല്ല മനോഭാവത്തിൻ്റെ ഉടമയാണ്. ഈ മോശയെ തിരഞ്ഞെടുക്കാനും കാരണം അതാ അല്ലേ? അവൻ്റെ മനസ്സിന് അവൻ്റെ അവൻ്റെ എഡ്യൂക്കേഷൻ മാത്രമല്ല, അവൻ്റെ എല്ലാവിധ മേഖലയും ദൈവം അരിച്ചു പറക്കി ഗുണിച്ച് എല്ലാം നോക്കിയിട്ട് ഈക്വലൈസ് ചെയ്ത് നോക്കുമ്പം കൊള്ളാം. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം, അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നേതൃപാടവം അല്ലേ, എല്ലാറ്റിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അന്നത്തെ ഹൈ മോസ്റ്റ് എഡ്യൂക്കേഷൻ പ്രാപിച്ച എല്ലാ അഭ്യാസങ്ങളും പഠിച്ച തികവുള്ളൊരു മനുഷ്യൻ. അതാ മോശയെ തിരഞ്ഞെടുക്കാൻ കാരണം. അങ്ങനെ മോശയുടെ കാലഘട്ടത്തിന് ശേഷം കൊള്ളാകുന്ന ഒരുത്തനെ നോക്കിയത് യോശുവായെയാ. ആ യോശുവായും കൂടെ ചേർന്നാ പറഞ്ഞത് നമ്മൾ പിടിക്കും, നമ്മൾ പിടിച്ചടക്കും. ആ മനോഭാവം നോക്കണം, ആ ശൗര്യം കാണണം. 85-ാമത്തെ വയസ്സിൽ പല്ലൊക്കെ കൊഴിഞ്ഞൊരു വല്ലാത്ത പരുവത്തിരിക്കുന്ന സമയത്ത് യോശുവ എല്ലാവരെയും വിളിച്ചപ്പം കാലേബ് വന്നിട്ട് പറയുക, പണ്ടത്തെ പോലെ മനസ്സ് ശരീരമൊന്നും പോരായിരിക്കും, പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞു. ആ പവറ്, ആ ഒരു മനോഭാവം അത് പുതിയ നിയമസഭയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് അന്ന് എല്ലാവർക്കും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന് എല്ലാവർക്കും വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം ഈ മനോഭാവത്തിലേക്ക്, ഈ ആർജവത്വത്തിലേക്ക്, ഈ അധികാരത്തിലേക്ക് നമ്മളെ ആക്കി തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവചനം അല്ലേ ദൈവാസനെ? ഇപ്പം ആകപ്പാടെ ഞാനാണ് ഇവിടെ വന്നപ്പോൾ ആകപ്പാടം എനിക്കാണെങ്കിൽ നിൽക്കാനും കാലും വേദന, ആകപ്പാടെ പ്രശ്നം. ഞാൻ വിചാരിച്ച് കുറച്ച് സമയം വല്ലതും പറഞ്ഞിട്ടിരിക്കാം, ദൈവാസം പ്രസംഗിക്കുമായിരിക്കും എന്നുള്ള ചിന്തയിലൊക്കെ വന്നത്. ഇവിടെ വന്നപ്പം എന്നോട് പറഞ്ഞു വിളിക്കത്ത് പോലില്ല, കയറിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആകപ്പാട് പിന്നെ ബൈബിൾ തുറക്കാതിരിക്കാനും പറ്റത്തില്ല. മറ്റേതാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇരിക്കാം. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്ന മെസ്സേജ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ചർച്ചിൽ ഞാൻ കൃത്യമായിട്ട് അവിടെ പഠിപ്പിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അവിടെ പ്രയോജനപ്പെട്ടുകൊണ്ട് ഇവിടെ കൊണ്ടൊന്ന് അടിക്കുന്നതാണെന്ന് ചിന്തിക്കരുത്. ഇന്നിവിടെ പ്രയോജനപ്പെടേണ്ടത് ദൈവം തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അപ്പം നമുക്ക് കൃപാവരങ്ങളിൽ ഒന്ന് സ്ട്രോങ് ആകണ്ടേ. ഇതെന്തിനാണെന്നും ഇതിൻ്റെ പ്രയോജനം ആർക്കൊക്കെയാണെന്നും അറിയുമ്പോഴാണ് നമ്മുടെ സഭ വളരുന്നത്. നമ്മളും വളരും, നമ്മുടെ സഭയും വളരും. സഭ വളർന്ന സമൂഹം വളരും. ഒരു റൂട്ട് കൊണ്ടുപോയിട്ട് സഭയുടെ വളർച്ച കാര്യം പറഞ്ഞുതരാം. വചനം പ്രസംഗിക്കാനായിട്ട് പുള്ളി എഫസോസിൽ ചെന്ന് ഇല്ലേ, അവിടെ ചെന്ന് ഇങ്ങനെ തപ്പി നടന്ന് പറഞ്ഞ 12 ശിഷ്യന്മാരെ കിട്ടി. യുവമാർക്കാണെങ്കിൽ ഏത് ആത്മാവാന്ന് പോലും അറിഞ്ഞുകൂടാതെ നടക്കുന്നത് 12. സ്നാനമൊക്കെ പ്രാപിച്ചു, പക്ഷെ ആത്മാവ് ഏതാന്ന് അറിയേല. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതാ? യേശുവിൻ്റെ നാമത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവോ? അറിയത്തുപോലും ഇല്ല. അപ്പോഴേ പിടികിട്ടി യോഹന്നാൻ്റെ മാനസാന്തര സ്നാനവുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം. തിയോളജി അത് തന്നെ പോകുന്നത് പോട്ടെ. അപ്പോൾ ഇതൊക്കെ വെച്ച് പൗലോസ് അപ്പോസ്തലൻ ഇവരെ പഠിപ്പിക്കുക. വചനം നന്നായിട്ട് പറഞ്ഞു. കർത്താവിനെ ന്യായപ്രമാണത്തിൽ നിന്ന് കൃത്യമായി പഠിപ്പിപ്പാൻ നല്ല കഴിവും പ്രാപ്തിയും ദൈവാത്മാവിൻ്റെ നിറവുള്ള മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് 12 വരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ തെറ്റായതെന്ന് അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുങ്ങണം. ശരിക്കും മുങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ മുങ്ങുന്നത് തെറ്റൊന്നും ഇല്ലെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങണം എന്നുള്ള ജ്ഞാനവും വെളിപ്പാടും 12 പൗലോസിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ പറയാ മുങ്ങാം. അത് ചാക്കോച്ചൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ മുങ്ങിയതാ എന്ന് പറഞ്ഞ മസുരൊന്നും പിടിച്ചില്ല. നിങ്ങൾക്കറിയോ, നിനക്ക് വേണ്ടി വഴിവെട്ടി വന്ന യോഹന്നാന്റെ കൈക്കീഴിൽ അതൊന്നും പറഞ്ഞ് പാരമ്പര്യമൊന്നും പറഞ്ഞു നിന്നില്ല. മുങ്ങേണ്ടതാണെ മുങ്ങണം. അങ്ങനെ കൃത്യമായിട്ട് മുങ്ങിപ്പൊങ്ങിയിട്ട് പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി ഒരു അനുഗ്രഹ പ്രാർത്ഥന നടത്തി. തലയിലോട്ട് ഒറ്റ കൈവെപ്പ്, ഒറ്റ പ്രാർത്ഥന. ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് അവർ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ പ്രാപിച്ച് പ്രവചിച്ചു തുടങ്ങിയതാ. ബ്രദറങ്കാർ വല്ലതും ഉണ്ടെ കേട്ടോണം. നിന്നല്ല, തുടങ്ങിയതാ. ഇനി നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറണം. നിൽക്കണേ പരിശുദ്ധാത്മാവ് മാറണമെങ്കിൽ കർത്താവ് മധ്യാകാശത്ത് ഒന്ന് വിളിക്കണം. ഈ കാര്യം നടക്കുന്നത് വരെ നമുക്ക് പ്രവചിക്കാം. നല്ല കാര്യമാണോ? ഇടയ്ക്കിടയ്ക്ക് ചാർജായി നിന്നോണം. ഞാൻ വീക്കായിരിക്കും, എന്നാലും നിങ്ങൾ 100 നിന്നോണം. ഞാനിപ്പം 100-ലായി. ഇനിയപ്പോൾ നമുക്ക് ചിന്തിക്കാം, പോട്ടെ. അപ്പം ശ്രദ്ധിച്ചോണം, ഈ 12 പേർക്ക് കൈവപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ അധികാരത്തിന്റെ മറവിലേക്ക് അവർ മാറ്റപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്. ഈ നിറവ് അവരെ അന്യഭാഷ സംസാരിച്ചിട്ട് പ്രവചിക്കാനുള്ള തലത്തിലേക്ക് എത്തി.
പക്ഷെ പ്രവചിക്കാനുള്ള തലത്തിലെത്തിയിട്ട് അവർ പിന്നെ ദൂത് പറഞ്ഞ് നടന്നതൊന്നും നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ അവർ പ്രവചനാത്മാവ് പ്രാപിച്ചെന്ന്. ഇനി അടുത്ത സംഭവം നോക്കണം. ഈ 12 പേര് ദൈവസഭയായി മാറ്റപ്പെട്ടു, പരിശുദ്ധ നിറവിലായി, കൃപാവരം പ്രാപിച്ചു. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. തുറന്നോസിന്റെ പാഠശാല വാടക ഇങ്ങോട്ട് എടുത്തു. വാടകയ്ക്ക് എടുത്തിട്ട് ഒരു 6 മാസം പുള്ളി പരിപാടിയും തുടങ്ങി. കൃത്യമായിട്ട് തർക്കവും വാദവും പ്രതിവാദവും ഒക്കെ ചെയ്യാൻ മികവുള്ള നല്ല ആർജവത്വമുള്ള മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, വെളിപ്പാടിലേക്ക് എത്തിയപ്പോൾ, ന്യായപ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയെ വരച്ച് കാട്ടിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യാൻ വളരെ ശുഷ്കാന്തിയോടെ ഇറങ്ങിത്തിരിക്കുക. അവിടെ താൻ എടുത്ത പാഠശാലയിൽ യഹൂദനും യവനനും വളരെ ജ്ഞാനമുള്ളവനൊക്കെ കടന്നു വരുമ്പോൾ ക്രിസ്തു ആരെന്ന്, മറിയുടെ ഉദരത്തിലൂടെ ഉത്ഭവിച്ചു വന്ന ദൈവപ്രജ ആരെന്ന് കൃത്യമായി പഠിപ്പിക്കാൻ തുടങ്ങി. അവിടുത്തെ ദേശത്തിൻ്റെ അധികാരശക്തി പോലും കെടുത്തിക്കളയത്തക്കവണ്ണ ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം നാമം ദേശത്ത് ഉയരുകയും ആ ദേശം ഒരു സഭയായി മാറ്റപ്പെടുകയാണ്. അതാ ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞുതരാന്ന്. കൃപാവരം ചലിച്ചു തുടങ്ങിയപ്പോൾ ദേശത്ത് വചനം പ്രബലപ്പെട്ടു. വചനം പ്രബലപ്പെട്ടപ്പോൾ അവിടെ ഒരു സഭ ഉടലെടുക്കുക. 2 കാര്യങ്ങൾക്ക് അടിവരയിട്ട് ദൈവസഭ വളരും. ഒന്ന്, കൾട്ട് ഉടഞ്ഞു. കൾട്ട് ചിന്താഗതിയായിട്ട് വന്ന കുറേമാരുണ്ടല്ലോ, അവന്മാരെ പിന്നെ കാണാനില്ല. ഇവന്മാരെ പിന്നെ കാണുന്നത് യഹോവ ദൈവമാ പാട്ടും പാടി കൈയൊടിച്ച് മൂലക്കിരിപ്പുണ്ട്. ചൂടെ കഴിയുമ്പോൾ പ്രബോധിപ്പോൾ അവസരം കൊടുക്കുമ്പോൾ അവര് കൾട്ടല്ല പറഞ്ഞ ക്രിസ്തുവിനെ വെളിപ്പാടാ പറയുന്നത്. അതാ സഭയുടെ ഏറ്റവും വലിയ ഗുണം. കൾട്ട് ചിന്താഗതിയെ ഊരിത്തിരിഞ്ഞ് വന്നവന്മാരെ മൊത്തം മാനസാന്തരപ്പെടുത്തിയിട്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് പൗലോസിന്റെ പ്രാർത്ഥനയാൽ ഇവർ വളരാനിടയായി തീർന്നു. 2, ഇവരൊക്കെയും ദൈവവചനത്തിന്റെ പരിജ്ഞാനത്താൽ സഭയുടെ ഉദ്ധാരണത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ 2 കാര്യം നടന്നു തുടങ്ങിയപ്പോഴത്തേക്ക് സ്പിരിച്വലി ആ ദേശം പിടിക്കപ്പെട്ട് ആത്മികമായ ഒരു നല്ല ലെവലിലേക്ക് ആ ദേശം മാറ്റപ്പെടുകയാണ്. തുറന്നോസിന്റെ പാഠശാല അത്ര നാളത്തേക്ക് മാത്രമേ വാടക എടുത്തുള്ളൂ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ചിന്ത പറയാം, അന്നേരത്തേക്ക് അത് നിറഞ്ഞുപോയി. ഇനി അതിനകത്തിരിക്കാൻ വലിയ ഹോൾ വേണ്ടി വരും. 6 ഡയമീറ്റർ ചുറ്റളവുള്ള 260 തൂണുകൾ അടങ്ങുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോം. ആ ദേശത്തിൻ്റെ നമ്മൾ വേദപുസ്തകം വായിക്കുന്ന പോലുണ്ട്, ഈ ശൃംഗാര ഗോപുരങ്ങൾ എന്നൊക്കെ അവർ വായിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ ദേശത്തിൻ്റെ ശൃംഗാര ഗോപുരങ്ങൾ ഉണ്ട്. അതെല്ലാം പുള്ളി നോക്കുമ്പോൾ കാണാൻ വളരെ മനോഹരം. അവിടെ എല്ലാം നടക്കുന്ന മ്ലേച്ഛതകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ ബോധവൽക്കരണം നടത്തി ദൈവവചനം പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് തുറന്നോസിൻ്റെ പാഠശാല നിറഞ്ഞു കഴിഞ്ഞു. പാഠശാല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കുന്നത് എഫെസോസിൽ ഒരു സഭ എന്നാ. എല്ലാം കൂടെ തുടങ്ങി നല്ലത്. എഫെസോസിൽ ഒരു സഭ, വിശുദ്ധിക്കും വേർപാടിനും ക്രിസ്തു ദർശനമുള്ള യഥാർത്ഥമായ, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, കൃത്യമായി ദൈവത്തിന് വിധേയപ്പെടുന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വിധേയപ്പെടുന്ന, പരിശുദ്ധാത്മാവിന്റെ ഇംഗിതത്തിന് വഴങ്ങി നല്ല വചനത്തിന്റെ വെളിപ്പാടുകൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ജനത്തിൽ നിറയ്ക്കുന്ന ഒരു സഭ അവിടെ വളർന്നെന്ന. പിന്നെ അവിടെ കാണുന്ന ഒരു കാഴ്ച എഴുതിയിരിക്കുന്നത്, അവിടെ ദെമത്രിയോസ് എന്ന് പറഞ്ഞൊരു തട്ടാൻ ആ ദേശത്തെ അടക്കി ഭരിച്ച ആ ദേശത്തിൻ്റെ ഒരു ദേവതയായിരിക്കുന്ന, ഒരു ദേവിയായിരിക്കുന്ന അർത്തമീസിൻ്റെ വിഗ്രഹങ്ങൾ കൊത്തി ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കി വീട്ടിൽ നല്ല വരുമാന മാർഗം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുള്ളിയുടെ പരിപാടി നിന്നെന്ന. അപ്പം നമ്മൾ വേറൊന്നും ചെയ്യാൻ ഇറങ്ങണ്ട. നമ്മൾ കൃത്യമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വചനത്തിന്റെ വെളിപ്പാട് കൃത്യമായി ഉറപ്പിച്ച് ആരാധിപ്പാൻ തയ്യാറായാൽ സഭ വളരും, ദേശത്തെ ബന്ധനമഴിയും, ആത്മാക്കൾ വിടുവിക്കപ്പെടും, അന്ധകാര ശക്തി കൃത്യമായി പോകും. ഒരു ഉപദേശി വന്ന് സാക്ഷ്യം പറയല്ല, തട്ടാൻ വന്നിട്ട് പറയാം നമ്മുടെ ദൈവത്തിന്റെ മഹത്വം വിട്ടുപോയെന്ന്. അതിന് ഏക കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ആ ദേശത്ത് വർദ്ധിച്ചതാണ്. പിടികിട്ടിയല്ലോ. അപ്പൊ കൃപാവരങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ദൈവസഭയ്ക്കുണ്ട്.
ദൈവസഭയ്ക്കകത്ത് വേണം കൃപാവരങ്ങൾ. നമുക്ക് ഇരമ്യാ പ്രവചനം വായിച്ചു വരുമ്പോൾ പ്രവാചകൻ എവിടെ എഴുന്നേൽക്കാൻ പറഞ്ഞു? ജാതികൾക്കും രാഷ്ട്രങ്ങൾക്കും നിന്നെ പ്രവാചകനായി. ഇരമ്യാവിൻ്റെ ബാല്യപ്രായത്തിലേക്ക് ഒരൊറ്റ വിളി കിട്ടുക, നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുക, നീ പോന്നേക്കാൻ പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവ്, നീ എന്നെ വിളിക്കണം, ഞാൻ ബാലനായി, എനിക്കതിനുള്ള പക്വതയൊന്നും. പുള്ളി നോക്കിയപ്പോൾ കാണാൻ നല്ല പ്രായമുള്ള, അതിനുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നടക്കാനുള്ള മെച്യൂരിറ്റി ഉള്ള കുറച്ച് അച്ചായന്മാരെ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നത്. പക്ഷേ പുള്ളിക്ക് അതിന് പറ്റിയ പരിപാടിക്കുള്ള പ്രായമായിട്ടില്ല. പുള്ളി പറഞ്ഞു, ഒഴിവുകഴിവ് പറഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒരു ബാലനെന്ന്. അല്ലേ ആൻറ്റി, അങ്ങനെ പറഞ്ഞാൽ ബാലനെന്ന് പറയരുത്, ഞാൻ നിന്നെ അയക്കുന്നിടത്ത് നീ പോകണം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അവിടെ. ഈ രണ്ട് കാര്യം ചെയ്താൽ നീ അങ്ങ് പ്രവാചകനാകും. 21 ലാസ്റ്റ് ദിവസം എന്തോ ഒരു ശക്തി കിട്ടിയപ്പം നമ്മൾ കുടഞ്ഞു പറഞ്ഞു, അന്ന് പറഞ്ഞു, പിന്നെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ദൈവമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. പിന്നെയും പറയാൻ പറ്റുന്നതിന്റെ കാരണം നിനക്ക് ബന്ധം ഉള്ളത് കൊണ്ടാ. കാരണം ഇത് കേൾക്കുന്നത് പ്രസ്താവിക്കുന്ന ജോലിയാ. ഇരമ്യാവിനോട് പറഞ്ഞു, ഞാൻ പറയും, ഞാൻ അയക്കും. അതല്ലേ ഏലിയാവും ചെയ്തത്. അപ്പൊ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ശ്രദ്ധിച്ചാൽ നോക്കണം, ദൈവ ശബ്ദത്തിന് വിധേയപ്പെട്ട് കാത്തിരിക്കുകയും ആ ശബ്ദത്തിന്റെ മുമ്പിൽ യാത്ര ചെയ്യുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ജോലിയാ. മാറ്റമൊന്നുമില്ല, അത് തന്നെ പുതിയ നിയമത്തിലും. പക്ഷേ ഒരു പ്രത്യേകത, അവിടെ ജാതികൾക്കും രാഷ്ട്രങ്ങൾക്കും പ്രവാചകനായി നിയമിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ജാതിക്കും രാഷ്ട്രത്തിനും വേണ്ടിയല്ല, സഭയിൽ പ്രവാചകൻ എണീക്കണം. എവിടെ എണീക്കണം മോളെ? എന്തിനായെന്ന് വെച്ചാൽ അതിന്റെ മറുപടിയാണ് പൗലോസ് പറഞ്ഞ ഈ 5 വിധ ശുശ്രൂഷകളിൽ, പ്രവചനം ഉൾപ്പെടെയുള്ള ഈ 5 വിധ ശുശ്രൂഷകളിൽ സഭയിൽ വിശുദ്ധന്മാരെ സജ്ജരാക്കണം. സഭയിൽ വിശുദ്ധന്മാരെ നൽകണം. പിശാചിന് വാദിക്കാനില്ലാത്ത, പിശാചിനൊരു നോട്ടം കൊണ്ട് പോലും പിശാചിനൊരു അവകാശം പറയാൻ കഴിയാത്ത വിശുദ്ധന്മാർ സഭയിൽ ഉണ്ടാകണം. അവരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ ആരാധനയ്ക്കും അവരുടെ പ്രവചനത്തിന് ദൈവത്തിന് ചില പ്രാധാന്യതയുണ്ട്. അവകാശവാദം ഉന്നയിക്കാനില്ലാത്ത വിശുദ്ധന്മാരെ സജ്ജരാക്കുന്ന ഒരു പ്രത്യേക ദൗത്യമാണ് ഈ 5 വിധ ശുശ്രൂഷകൾ സഭയിൽ ദൈവം സ്ഥാപിച്ചതിന് പിന്നിൽ. അവൻ അപ്പോസ്തലൻ. ആരപ്പോസ്തലൻ? അപ്പോൾ സ്ഥലത്തുള്ളവൻ. ഇന്ന് ഞാനായിരുന്നപ്പോൾ ഞാനായി, നാളെ എബിപ്പാസാണ് എബിപ്പാസ്. അങ്ങനാണോ? അല്ല. അപ്പോസ്തലന്റെ ദൗത്യം ഭയങ്കരമാണ്. ഈ 5 വിധ ശുശ്രൂഷകളും കൈകാര്യം ചെയ്യും. ഞങ്ങൾ ഈ വേദോസം പഠിപ്പിക്കുമ്പോഴൊക്കെ, ഞാൻ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. അപ്പോസ്തലൻ ഇങ്ങനെ കാണിക്കും, ഈ തമ്പായിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്, ഈ തമ്പ് എല്ലായിടത്തും പോയി തൊടും. കുഞ്ഞുവരുള്ള വിചാരിക്കുക, ഞാൻ ഇന്ന് നടുവരലിനെ തൊട്ടേ പോകത്തുള്ളൂ. നടക്കുവോ? ഇത്തിരി പണിപ്പെടും. ഉപദേശം പഠിപ്പിച്ചാൽ മതി. പ്രവാചകൻ പ്രവചിച്ചോട്ടെ, പാസ്സായിട്ടിരുന്നോട്ടെ, സുവിശേഷം എഴുതോ. പക്ഷേ ഇതിനകത്ത് എല്ലാം കയ്യേറി പോകാനുള്ളൊരു കൃപ ആർക്കുണ്ട്? ഇല്ല, പൗലോസിനനുസരിച്ച് പ്രവചിക്കുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പാസ്സായിട്ടും ഇരിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും പുള്ളി. പക്ഷെ തിമോഥെയോസിനോട്, എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ഇരിക്കുന്ന കൃപാവരങ്ങളൊന്നും നീ നഷ്ടപ്പെടുത്തി കിടന്ന് എല്ലാം പറഞ്ഞു പറയാ, നീ നല്ലൊരു ഇടയനാകണം. അവൻ്റെ വിളി അതാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞാൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്ത് വേണം? നമ്മുടെ വിളി ഏതാണെന്ന് ഉറപ്പിക്കണം. അപ്പം അപ്പോസ്തലൻ എല്ലാ മേഖലയും തൊട്ട് പോകും. പൗലോസ് അപ്പോസ്തലനെ ഏഷ്യ മൈനറിൽ 11 സഭകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇല്ലേ? 11 സഭ സ്ഥാപിച്ച് ഇതിനെല്ലാം യോഹന്നാനെ ഏൽപ്പിച്ചിട്ടാണ് പുള്ളി പിന്നെ കർത്താവിൻ്റെ സ്ഥലത്തേക്ക് കയറിപ്പോകാൻ പോകുന്നത്. കൃത്യമായിട്ട്, വളരെ പക്വതയോടെ, വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ, അടുക്കോടെ പഠിപ്പിച്ച് ആത്മാക്കളെ നേടി സഭയാക്കി, അതിനെ തൻ്റെ അടുത്ത സ്പേസ് താനില്ല എന്നറിഞ്ഞപ്പോൾ അതിനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഭരമേൽപ്പിച്ചിട്ട്, നയിക്കാൻ കൊള്ളാകുന്നവനെ, ഒരു അധ്യക്ഷനെ ഭരമേൽപ്പിച്ചിട്ട് പുള്ളി അങ്ങ് സ്ഥാനം മാറുകയാണ്. അതായത് നല്ല കൃത്യമായ കാഴ്ചപ്പാടും വളരെ കൃത്യമായ ഉത്തരവാദിത്വവും ആർക്കുണ്ടാകണം? അപ്പോസ്തലൻ ഉണ്ടായിരിക്കണം. ഇനി ഈ അപ്പോസ്തലന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, കൂടെ നിൽക്കുന്നവരെന്ത് ചെയ്യും? നിങ്ങൾ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ പറഞ്ഞ സാധനം നാളെ സോനുപ്പാസ് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. എബിപ്പാസ് പറഞ്ഞ സാധനം ഇപ്പുറത്തിരിക്കും, നമ്മുടെ ഇച്ചിരി മുടി കുറവാണെങ്കിലും എന്നെക്കായി പ്രായമുള്ളൊരു അച്ചായൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇന്ന് ഞാൻ അടിക്കാൻ പറ്റും, കഴിഞ്ഞ ദിവസം അടിച്ചാൽ ഇന്ന് ഇവിടെ അടിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി അതുകൊണ്ട് പൗലോസ് അങ്ങനെ വിഷയമില്ല. പൗലോസ് പറയാ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിപ്പിച്ചാൽ മതി, പ്രസംഗിച്ചാൽ കണ്ണുകടി ഇല്ലാതെ വളർത്തും.
അയ്യോ, അത് 21-ാം നൂറ്റാണ്ടിൻ്റെ 2024 നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പം എൻ്റെ ഉള്ളിലൊരു തീ. ലൈവ് പോകുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ അല്ലേ അളിയ? എല്ലാവർക്കും കൊള്ളണം. എടാ, കൂടെ നിൽക്കുന്നവനെ വളർത്താൻ കഴിയാതെ പായിടാൻ മാത്രം ഒരു അസിസ്റ്റന്റ്. അത് അസിസ്റ്റന്റ് എന്നാ പറയുന്നത്, അസോസിയേറ്റ് എന്ന് പോലും പറയുകയല്ല. നമുക്കതാണല്ലോ ഇഷ്ടം. ഞാൻ മുന്നേ നിൽക്കും, കുറെ പേരുടെ പിന്നെയും നിൽക്കണം. എൻ്റെ മുന്നേ ആരിലും പോയാൽ ഈ പണി അപ്പോസ്തലന് ഇല്ലായിരുന്നെന്ന്. കണ്ണുകടിയില്ലാതെ മറ്റുള്ളവനെ തന്നെ പോലെ പ്രയോജനപ്പെടുത്തേണ്ടതിന് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഒരു നല്ല മനസ്സ്, അത് പൗലോസിന്റെ ക്വാളിറ്റിയാ. പത്രോസ് അടഞ്ഞു കേട്ടോ, അധ്യക്ഷനായ പത്രോസ് അടഞ്ഞിട്ടുണ്ട്. പൗലോസ് ഇറങ്ങി തിരിച്ചപ്പം പത്രോസിന് വലിയ സുഖമൊന്നും തോന്നിയിട്ടില്ല. ഇടയന്മാർ ചിലപ്പോൾ ഇടയും, പക്ഷെ അപ്പോസ്തലനായ പൗലോസിന് ഇടയാൻ പറ്റുകയില്ല. കാരണം തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും നോക്കുമ്പോൾ മറ്റുള്ളവനെ വളർത്തണം, സഭകൾ സ്ഥാപിക്കണം. ഇതൊരു മിഷണറി സഭയായതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങളുടെ കൈവപ്പിനാലും നിങ്ങളുടെ പ്രവചനത്തിനാലും നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയാലും അഭിഷക്തന്മാർ വളർന്നു വരാൻ നിങ്ങൾ കൃപാവരത്തിൽ പ്രാപ്തരായിരിക്കണം, പ്രാപ്തിയുള്ളവരായിരിക്കണം. അപ്പോസ്തലൻ, 2 പ്രവാചകൻ. ഇതിനകത്ത് നിങ്ങൾ ഇച്ചിരി പിണങ്ങ, അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ബാക്കി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പഠിപ്പിച്ചു വരാം. നിങ്ങൾ ഏലിയാവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശമൂവേൽ പ്രവാചകനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. മോശയെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. മോശയ്ക്ക് വേണ്ടി പ്രവാചകനായി ദൈവം നിയമിച്ച അഹരോനെ ശ്രദ്ധിച്ചേ. അച്ഛാ, അവരെല്ലാം പഴയ നിയമ കാലഘട്ടത്തിലെ ശ്രേഷ്ഠന്മാരല്ലേ? പുതിയ നിയമത്തിൽ ഉള്ളവരുണ്ടോ? പിന്നെ ഉണ്ടെന്നേ. ഞാൻ സ്ത്രീകളെ പിടിക്കാം. പൗലോസ് ചെന്ന് റെസ്റ്റ് എടുത്ത വീട്ടിൽ അടിപൊളി 2-3 പെമ്പിള്ളാരുണ്ടായിരുന്നു. പൗലോസ് ഒട്ടും കുറയ്ക്കാൻ പറഞ്ഞ്, ഞാൻ പാർത്ത വീട്ടിൽ അവർ പ്രവാചകിമാരായിരുന്നു. കണ്ണടച്ചപ്പോൾ എന്തോ കണ്ട് പേടിച്ച് വിറച്ചിട്ട് എന്തോ വിളിച്ച് പറഞ്ഞ അമ്മാമ്മയുടെ കാര്യമല്ല പറഞ്ഞത്, കറക്റ്റ് കാര്യം പറയും. പ്രാർത്ഥിച്ചാൽ വിടുതല. നമ്മുടെ ചിന്ത പ്രവാചകൻ ദൂത് പറയുന്ന ആളെന്നാ. ദൂത് പറഞ്ഞ ശമൂവേൽ മരിച്ചു പോയിട്ട് പുള്ളി ആകപ്പാടെ കൺഫ്യൂഷനായി. കസേര കയറി ഇരിക്കുകയും ചെയ്ത് 2 വർഷം ആവുകയും ചെയ്ത് അടുത്ത പരിപാടി എന്തെങ്കിലും അറിയത്തില്ല. ഫെലിസ്തീർ മൊത്തം ശക്തരുമായി. ദൂത് പറയാൻ ആളില്ല. ആകപ്പാടെ ഇസ്രായേലിൽ കൊള്ളാവുന്ന ഒരുത്തൻ, ദാൻ മുതൽ ബേർശേബ വരെ അംഗീകരിക്കാൻ കൊള്ളാവുന്ന വിശ്വസ്ത പ്രവാചകൻ, വിശ്വസ്തനായ പുരോഹിതൻ, വിശ്വസ്തനായ ന്യായാധിപൻ, ഇങ്ങനെ 3 തസ്കതയിൽ പ്രയോജനപ്പെട്ട ഇസ്രായേൽ ഗ്രഹിച്ച ഏറ്റവും ശ്രേഷ്ഠ മനുഷ്യൻ ശമൂവേൽ പ്രവാചകൻ. ഈ മനുഷ്യൻ്റെ അഭാവം ശൗലിനെ ബാധിച്ചു. ആകപ്പാട് അങ്കലാപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, എന്നാ അച്ഛാ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നമുക്ക് ജയിക്കണ്ടേ, നമുക്ക് കാര്യം നടക്കണ്ടേ, നമുക്ക് ദൂത് കേൾക്കണ്ടേ? ആളില്ലടാവേ. അവിടെ ഒരാളുണ്ട്, ഒരമ്മ ഉണ്ട്. കാര്യം അടിപൊളിയൊക്കെയാ, നമ്മുടെ രീതി അല്ലെന്നേ ഉള്ളൂ, പക്ഷെ ദൂത് കറക്റ്റാ. ശ്രദ്ധിച്ചോണം, അമ്മാമ ദൂത് പറയും, പക്ഷെ നമ്മുടെ രീതി അല്ല. സംഭവം ദൂത് കേൾക്കാനാണെങ്കിലും ഇതിനകത്ത് ഭയങ്കര രസകരമായ ഒരു കാര്യം പറയാം. അക്ഷയ അല്ലല്ലോ, ആരായാലും അക്ഷയ തന്നെ. എൻ്റെ ദൈവമേ, ഞാൻ കറക്റ്റായിട്ട് ഒരാളെ വിളിച്ച്. അക്ഷയ ശ്രദ്ധിച്ചു കേട്ടോണേ, ഈ അമ്മാമ ദൂത് പറയുന്ന പരിപാടിയല്ല, സത്യം പറഞ്ഞാൽ മരിച്ചുപോരെ വിളിച്ചു കൊടുക്കുന്ന പരിപാടിയാ. എന്നാ അത്ഭുതമാടാവേ. റാന്നിക്കാർ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? മരിച്ചു പോയനെ വിളിച്ചു വരുത്തി വലിയ പരിപാടി നടത്തുന്ന അമ്മാമാരുണ്ടെന്ന്. ഇത് കേട്ട മാത്രമേ തന്നെ ശൗലിന്റെ മോഹം ഒന്ന് തെളിഞ്ഞ് അങ്ങനെ പോയേക്കാന്ന് പറഞ്ഞു. ദൂത് ശൗലിനെ കേൾക്കൂ, അല്ല ശമൂവേലിനെ കേൾക്കൂ, പക്ഷെ ആളിപ്പം ഡെഡ് ബോഡിയായി അഴുകി തീർന്നതാണ്. ഇപ്പൊ കുഴപ്പമില്ല, ആളെ വരുത്തി തരും, ദൂതുകൾ കേട്ടോ. പക്ഷേ 40 വർഷത്തെ നിയോഗം 2 വർഷം കൊണ്ടങ്ങ് തീർന്ന് അല്ലേ? യഹൂദയുടെ ശാപം മാറാനായിട്ട് 40 വർഷം കൂടെ ബാക്കി അടക്കമുണ്ട് രാജസ്ഥാനത്തേക്ക് ശൗല് വരുന്നത്. ശൗലിനോട് നീ ധൈര്യമായിട്ട് നിന്ന് ഭരിച്ചു, ഒരു കുഴപ്പമില്ല, നിന്റെ ഒരു കാലഘട്ടം 40 വർഷം, ഒരു പുരുഷായുഷം പിന്നെയും കിടപ്പുണ്ട്, അടിച്ച് തകർത്തോ, കുഴപ്പമില്ല. അങ്ങനെ കയറ്റി ഇരുത്തിയതാ. പുള്ളി 2-ാം വർഷം പാതിയാ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി പരിപാടി നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒന്ന് പരതി. മേലിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ ഉറുമ്പുകൂട്ടം കിടക്കുന്ന നമ്മൾ കാണുന്ന പോലെ ദൈവം കുറേ മനുഷ്യരെ കാണുക. ഇതിനകത്ത് കൊള്ളാവുന്ന കാട്ടിക്കിടന്ന് തുള്ളുന്നു, ചാടുന്നു, ആരാധിക്കുന്നു, 4000 ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്നു, പാട്ട് പാടുന്നു, സ്വന്തമായിട്ട് രാഗം ഉണ്ടാക്കുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറിപ്പുകൾ എഴുതി വയ്ക്കുന്നു. നാട്ടുകാരുടെ കൂട്ടത്തിൻ്റെ നോക്കുമ്പോൾ അവിടെ ഇല്ല, പാടാനുണ്ട്, ആരാധിക്കാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. നോക്കി അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിൽ. ഇങ്ങോട്ടും കാട്ടിൽ ഒരുത്തൻ ഒറ്റയ്ക്ക്, കൂടെ വേറെ കൂട്ടിടയന്മാരുണ്ട്. അവരവിടെ തീ കാഞ്ഞ് പരിപാടി നടത്തുമ്പോൾ ഇവിടെ പുള്ളി ഒറ്റയ്ക്ക് തീയും കായാൻ പോകുന്നില്ല, ഒന്നും പോകുന്നില്ല.
താൻ ചൂട് കണ്ടുവെത്തിയത്, താൻ ആരാധിച്ച് ആ തണുപ്പകറ്റി ദൈവത്തെ മഹത്വപ്പെടുന്ന കണ്ടപ്പം ദൈവത്തിന് ഇഷ്ടം. ഉടനെ ശമൂവേൽ പ്രവാചകനോട് പറയാ, നീ ഒരു കാര്യം ചെയ്യും. ശൗല് കുരുത്തക്കേടും പരിപാടിയൊക്കെ നടക്കുന്നവനല്ലേ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിനു വേണ്ടി ഒരു രാജാവിനെ കണ്ട് അങ്ങോട്ട് പോകോളാൻ പറഞ്ഞു. ഈ ദൂത് കേട്ട പുള്ളിക്ക് പോലും ആരാന്നറിയത്തില്ല, ഇല്ലേ? ഞങ്ങളൊക്കെ പെടുന്നൊരു പരിപാടിയാ. ദൂത് കിട്ടുന്നത് ആരോടാണ്? പിന്നെ കൺഫ്യൂഷൻ. അവിടെ ചെല്ലുമ്പോഴാണ് ദൈവം പിന്നെ പറയത്തുള്ളൂ. ഇവിടെ ദൂതുണ്ട്, പക്ഷെ ആരോടാണ്? ഞാൻ നോക്കുക, മുട്ടായി കടലാസ് വർണ്ണക്കടലാസ് എല്ലാം വാരിയിട്ട പോലെ ആൾക്കാരിരിക്കുക, ആരോടാന്നറിയില്ല. കൃത്യസമയത്ത് തല കൈവയ്ക്കും, ആ ടൈമിൽ വന്നിരിക്കും എന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്ന് ആഹാരമൊക്കെ കഴിക്കുന്നു, പരിപാടിയൊക്കെ നടത്തുന്നു. ചേട്ടാനിയന്മാരെല്ലാം വന്ന് നിന്നു. ദൈവത്തിൻ്റെ നിയോഗം ഇതുവരെ വെളിപ്പെട്ടില്ല. ലാസ്റ്റ് ഒരു ഇതിനെ ആരിലും ഉണ്ടോ ഒരു 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 അപശ്രുതി പോലെയാണ് പുള്ളി സംസാരിച്ചെന്ന് തോന്നുന്നു. ഇനി ഒരുത്തനുണ്ട്, വലിയ ഗുണമൊന്നുമില്ല. എനിക്ക് കുറച്ച് ആടൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ കൃഷിക്കാരാ, ഈ ആട്ടുകൃഷിയാണ് മെയിനായിട്ട്. അപ്പം അതിനെയൊക്കെ നോക്കാനായിട്ട് പിന്നെ പുള്ളിയെ കുറച്ച് ലോയൊക്കെ ഉണ്ട്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് 8ാമത് ജനിച്ചവനാ, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലല്ലോ. അവന് സ്ഥാനവും മാനവും ഒന്നുമില്ല. 8ന്റെ പണിയായിരിക്കും അവൻ തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവന് 8ന്റെ പണി കൊടുത്ത് വിട്ടേക്കുക. അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുക. അവിടെ ഇനി അവനെങ്ങാണോ ആണോ അറിയല്ല. ഞാൻ ഇശായിയുടെ പുത്രന്മാരിൽ കണ്ടെന്നാ അവനും പുത്രനാ വിളിച്ചു വരുത്താൻ പറഞ്ഞ്. ദൂരന്ന് വന്നപ്പോഴത്തെ അകം തിളയ്ക്കാൻ തുടങ്ങി. ഒരു പ്രവാചകന്റെ ക്വാളിറ്റി അതാ. നിയോഗം കൈമാറേണ്ട സമയമാകുമ്പോൾ അകം തിളയ്ക്കും. അവിടെ ദൈവാത്മാവിന്റെ നിറവ് ചലിക്കാൻ തുടങ്ങും. അവിടെ ദൈവപ്രവൃത്തിയുടെ മഹത്വം നമ്മുടെ അകത്ത് ഒരു പുഷ്, ഒരു തള്ളലായി ചലിക്കാൻ തുടങ്ങും. അവിടെ അകത്തടുത്ത് ചലിക്കാൻ തുടങ്ങി. ഞാൻ ഇവനെ കണ്ടിരിക്കുന്നെന്നാ പറഞ്ഞത്. കണ്ട പുള്ളിയാണ്, പൊക്കോ ഇല്ല, ആകപ്പാടൊരു വല്ലാത്ത പരുവത്തിലുവാ. എന്തായാലും കൊള്ളാം, പുള്ളിയെ കണ്ടു. നേരെ തൈലം തലമേൽ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ട് ഇവനെ ഇസ്രായേലിന്റെ രാജാവായി ഇന്ന് യഹോവ ദൈവം എന്നിൽ അഭിഷേകം ചെയ്യുകയാണ്. പൊക്കവും വണ്ണവും നീളവും ഉയരവും ഒന്നും നോക്കരുതെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കിയില്ല, കൊള്ളാം. നിയോഗം കൈമാറി. ഈ മനുഷ്യൻ പിന്നെ 28 വർഷം ഊപ്പാടിളകി എന്നുള്ളതാ. നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കും, കർത്താവെ പുതിയൊരു അഭിഷേകം തരണേന്ന്, ഇല്ലേ? പുതിയ അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൃപയാൽ എൻ്റെ പൊന്ന് സഭയെ ഒരാൾ മാത്രം ഉണ്ട്, ആ സോനു പാസ്റ്റർ മാത്രം ഞാൻ കണ്ടത്. നല്ല കാര്യമാണ് ബ്രദറെ, നിങ്ങളത് ഉപയോഗിക്കട്ടെ. ഈ നിയോഗം എന്ന് പറയുമ്പം, ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ നിയോഗമാണെന്ന് ഓർത്തോണം, ഇല്ലേ? എന്നെ നിയോഗിച്ചു, എബിപ്പാസ്റ്റർ നിയോഗിച്ചു, ജോയ് പാസ്റ്റർ നിയോഗിച്ചു, ഷാജി പാസ്റ്റർ നിയോഗിച്ചു. അച്ഛാ ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല, ഒരു ഈക്വാലിറ്റി വരണമല്ലോ. ഞങ്ങളുടെ അമ്മാമ്മേനെ നിയോഗിച്ചു, ഞങ്ങളുടെ പാസമ്മാമ്മേനെ നിയോഗിച്ചു, ഞങ്ങളുടെ അമ്മച്ചിയെ പ്രാർത്ഥിക്കാൻ നിയോഗിച്ചു. ഞങ്ങളുടെ ഒരു അമ്മച്ചിക്ക് പ്രത്യേക ഒരു വരമുണ്ട്, എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്താൽ വിടുതല. അമ്മച്ചിയെ നിയോഗിച്ചു. നിയോഗമുണ്ട് അല്ലേ? ആ നിയോഗം അകത്ത് വർദ്ധിക്കണം. ഓരോ മേഖലയിലും നിയോഗം കിട്ടണം, അല്ലേ? കഷ്ടം സഹിപ്പാൻ ഒരു വരമെന്നാ. കഷ്ടം സഹിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ സഹിക്കുന്ന കഷ്ടത്തെക്കുറിച്ചല്ല പൗലോസ് പറഞ്ഞത്. ചിലരെ നിത്യ കഷ്ടം സഹിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ചില രോഗം ശീലിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിനെ ദൈവം തൂക്കി നോക്കി. യോബിനെ തൂക്കിയ പോലെ തൂക്കിപ്പോൾ കൊള്ളാം. കഷ്ടതയ്ക്കത് തള്ളിപ്പറയുകയല്ല, പിശാചിന് മുമ്പ് പതറുകയല്ല. കൺമോഹം ജനമോഹം ജീവിതത്തിന്റെ പ്രതാപങ്ങൾ മുമ്പിൽ വന്നാലും അതിനുവേണ്ടി കർത്താവിനെ തള്ളിപ്പറയലെന്നറിയാവുന്ന ചിലരെ ദൈവം കഷ്ടം സഹിപ്പാനുള്ള വരം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയും വരമുണ്ട്. നിങ്ങൾ കൊരിന്ത്യലേഖനം വായിക്കണമെന്നേ, അതിനകത്തുണ്ട്. ഇപ്പം ഞങ്ങളീ പറഞ്ഞാൽ ഉള്ളതാന്ന് പറയാൻ വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്യണം കേട്ടോ, ഈ വേദോസം വായിക്കണം. അപ്പം ഈ വരങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം കഷ്ടം സഹിക്കാൻ എന്ന് പറഞ്ഞ പോലെ നിയോഗം തലയെ കിട്ടി ഇന്നുവരെ ഇല്ലാത്ത പ്രശ്നം തുടങ്ങി. നിയോഗം കിട്ടിയതിന് ശേഷം പുള്ളി കൈവയ്ക്കുന്നിടത്തല്ല ഒരു വിജയമുണ്ട്, പക്ഷേ കൂടെ നിന്ന് സഹായിക്കേണ്ടവരെല്ലാം ശത്രുക്കളാവുക. വേറൊന്നും ചെയ്തില്ല. ദൈവജനത്തെ വെല്ലുവിളിച്ച് ദൈവത്തിൻ്റെ രാഷ്ട്ര സംവിധാനത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു ഇസ്രായേലിൻ്റെ എതിർപ്പെട്ട് നിൽക്കുന്ന ഒരു പരീക്ഷയെ തൻ്റെ കല്ലും കവണയും കൊണ്ട് പരാജയപ്പെടുത്തിയതിൻ്റെ പേരിൽ സ്വന്തം ജനം തിരികെയാ. നിയോഗമുള്ളവന് വിജയം ഉറപ്പാ, പക്ഷെ ഒപ്പം കാട് വളരുന്ന പോലെ ശത്രു വളരും.
കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ മുഴുവൻ തിരിഞ്ഞു മാറും. നിരാശപ്പെടരുത്. അതിന്റെ നടുവിൽ നിന്റെ നിയോഗത്തിനു വേണ്ടി നിൽക്കുന്നത് കൊണ്ട് സർവശക്തന്റെ കരുതൽ നീ നിത്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഹെബ്രോൻ ദേശത്തിന് വേണ്ടി മാത്രം കുറച്ചു നാൾ രാജാവായിട്ടിരുന്ന മനുഷ്യൻ കഷ്ടതയുടെ തീച്ചുള്ളക്കകത്തോട്ട് പോവുക. അങ്ങേയറ്റത്തെ ആ കഷ്ടതയില യഹോവയുടെ ആലയത്തിന് വേണ്ടി ചിലതൊക്കെ ദൈവം കരുതാൻ പുള്ളിയെ പ്രാപ്തനാക്കിയത്. കഷ്ടതയെ കിടക്കുമ്പോഴും നിയോഗമുള്ള മനുഷ്യൻ ആലയത്തെക്കുറിച്ച് എരുവ. നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് കൂടെ തരാം. നിങ്ങൾക്ക് ദൈവകൃപയുണ്ട് നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാന്ന് പറയുമ്പോൾ, നിങ്ങൾ പ്രവചിക്കുന്നവരാന്ന് പറയുമ്പോൾ സഭ വളരുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിയോഗം ഏതെന്ന് ഞാൻ ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് നിയോഗമുണ്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ സഭ കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം വളരുന്നില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പിൽ കയറുന്നില്ല എങ്കിൽ ആ നിയോഗം കറക്റ്റ് അല്ല. കാരണം കഷ്ടതയും പട്ടിണിയും പരിവട്ടവും ഒക്കെ അനുഭവിക്കുന്ന ഈ നിയോഗിക്കപ്പെട്ട വ്യക്തികളുടെ മുമ്പിൽ ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കുമ്പോൾ തന്നോടൊപ്പമുള്ള ജനത്തിന്റെ അളവ് വർദ്ധിക്കാൻ തുടങ്ങി. അതാ പ്രധാനം. ഇങ്ങനെ പ്രവചനത്തിന്റെ തലങ്ങൾ വളരെ ശക്തമായി കൈകാര്യം ചെയ്ത പഠനത്തിലെ അനവധി വ്യക്തികളെ പോലെ ആ കാലഘട്ടത്തിൽ പ്രയോജനപ്പെട്ട ഒരു വ്യക്തി ദെബോറ. ഒരു നല്ല ന്യായപാലകയാണെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ മനസ്സുള്ളവളാണ്. അപ്പം അന്ന് മുതൽ ഇങ്ങോട്ടെ സ്ത്രീകളെ തള്ളിയിട്ടില്ല, ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ വേദപുസ്തകം. അപ്പം ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് വരുമ്പോഴാ പൗലോസ് പുതിയ സഭയിലോട് പറയുക, അവിടെ ഞാൻ ചെന്ന് പാർത്ത വീട്ടിലില്ലേ, അവിടെ ഉണ്ടായിരുന്ന 3 പ്രവാചകന്മാർ. ചാടത്തുള്ളി ബഹളമൊന്നും വയ്ക്കാൻ നിന്നില്ല. അവർ പരിജ്ഞാനമുള്ളവരായിരുന്നു. അധ്യക്ഷന് വിധേയപ്പെടുന്ന ശുശ്രൂഷ ചെയ്യുന്ന കൃത്യമായ പ്രവാചകിമാർ, കൃത്യമായ പ്രവചന ശിഷ്യഗണങ്ങൾ പുതിയ നിയമത്തിലുണ്ടെന്നേ. പൗലോസിനൊപ്പം കൃത്യമായിട്ട് ഒരു കൂട്ടം അപ്പോസ്തലന്മാരെ പൗലോസ് അപ്പോസ്തലൻ വളർത്തുക, പ്രവാചകന്മാരെ വളർത്തുക, ഇടയന്മാരെ വളർത്തുക, ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, ഈ പ്രവാചക ശുശ്രൂഷ ചെയ്ത വ്യക്തികളൊക്കെയും ഒരു വ്യക്തിക്ക് ദൂത് പറഞ്ഞിട്ട് മാറിപ്പോവുകയാണോ? അല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇവിടെ ഒരു പ്രവാചകൻ വന്നാൽ ഈ മുറിവ് ഉണ്ടായിട്ട് പഴുത്ത് ഒരു വല്ലാത്ത അവസ്ഥയാകുന്ന ഒരു സമയമുണ്ട്, ഇല്ലേ? നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കും, ഇതങ്ങ് പഴുക്കും, ഇൻഫെക്ഷനായി ഒരു വല്ലാതായി കരിയുന്നില്ല, അതിങ്ങനെ ഇരിക്കുക. അപ്പം നമുക്ക് പിന്നെ മനസ്സിലായി ഇത് ഡോക്ടറെ കാണാതിരിക്കാൻ. നമ്മൾ പറ്റുന്ന പരിപാടിയെല്ലാം നോക്കി നടക്കുന്നില്ലെങ്കിൽ നേരെ എങ്ങോട്ട് കൊണ്ട് ചെല്ലും, ഡോക്ടറെ കൊണ്ട് കാണിക്കും. ഡോക്ടർ ഉടനെ സിസ്റ്റർ വിളിക്കും, നേരെ കയറ്റി കിടത്തിക്കോ, ആ കാലിങ്ങോട്ട് പൊക്കി വയ്ക്കാൻ പറ, നമുക്കൊന്ന് പരിപാടിയുണ്ട്. പിന്നെ അങ്ങോട്ട് കയറ്റി കിടത്തി അത് NS പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചങ്ങ് ക്ലീൻ ചെയ്യും, അല്ലേ? അങ്ങനല്ലേ നേഴ്സുമാരെ, അല്ലേ? ആ, അത് ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ സ്പിരിറ്റൊക്കെ വെച്ച് ഈ കത്രിക്കകത്തോട്ട് പഞ്ഞിയൊക്കെ പിടിപ്പിച്ചു 2 തൊടയൊക്കെ. ആ തൊടയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവനെന്തോ ക്രൂരനാ. ഓ, ഇത്രയും ക്രൂരനായൊരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. അതാ തടിച്ച ഉണ്ട കണ്ണുപോലുള്ള കുറെ നേഴ്സുമാരും വന്ന് നിൽക്കും. ഇങ്ങോട്ട് കിടയടാ, നിനക്ക് മാറാൻ വേണ്ടിയല്ലേ. ഇവരെ പറച്ചിൽ കേൾക്കുമ്പം ഇത്രയും ഹീനമായി നമ്മോട് പെരുമാറുന്നൊരു സ്ത്രീ എന്തിനാണെന്നറിയോ? ഒന്ന് ഞെക്കി പൊട്ടിക്കുക. ഓ, ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു സാധനം വെച്ചങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറി അതിനകത്തോട്ട് കഞ്ഞിയും മറ്റേ കത്തനോട്ട് കിളക്കും. നമ്മുടെ നല്ല ജീവൻ നമ്മൾ ഇപ്പം ചാകാൻ വേണ്ടിയാണോ? എടാ, നീ ജീവിക്കാനാ. നീ ഇനി ആ കാലുകുത്തി നടക്കണം. നീ എണീക്കില്ലെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ ആ കാലെടുത്ത് വെച്ച് നീ നടക്കണം. അതിന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തേ പറ്റൂ. അതാ പ്രവാചകൻ. സഭയെ പ്രവാചകൻ വന്നാൽ നിന്റെ കുറവുവശം വെളിപ്പെടുത്തും, നിന്നെ ഒന്ന് പൊളിക്കും, നിന്നെ പണിയാനാ വിളിക്കുന്നത്. ഈ പ്രവാചകൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പുള്ളി ആരോടും മിണ്ടുന്നില്ല മിണുങ്ങുന്നില്ല, പുള്ളി ഭയങ്കര ഹെഡ് വെയിറ്റ് ആണോ? ഹെഡ് വെയിറ്റിന്റെ അല്ല, കണക്ഷൻ പിടിച്ചേക്കുക, റേഡിയോ നിലയം പിടിക്കുന്ന പിടിച്ചു വെച്ചേക്കുക, വിട്ടുപോയാ പോയി. നിലയം പിടിച്ചേക്കല്ലേ. പുള്ളി ദൈവമുള്ള ബന്ധത്തിലാ. ആരോട് എന്ത് എങ്ങനെ വചനത്തിന്റെ നല്ല അംശങ്ങളെ ഊരിത്തിരിച്ചെടുത്തിരിക്കുന്ന നല്ല ദൂതുകൾ, ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിന് അവരുടെ ഉന്നമനത്തിന് വേണ്ടുന്ന ആത്മിക വചനങ്ങൾ ഒക്കെ സംഗ്രഹിച്ചിട്ട് വാക്യം അങ്ങോട്ട് വായിക്കുമ്പോഴേ നമ്മുടെ അകത്ത് കുത്തായിരിക്കും. ഫസ്റ്റ് പ്രസംഗം എണ്ണിരുന്ന പ്രസംഗം കുത്തുകൊണ്ടാണ് എഴുതിയത്. ആ കുത്തെന്തിനാ? കൊന്നുകളയാനായിരുന്നോ? ഉന്മൂലനാശം വരുത്താനാണോ? ഇല്ല, അവിടെ 120-നെ 3120 ആക്കാനാ.
നിങ്ങളൊക്കെ ക്രൂശിച്ച് കൊല്ലണമെന്ന് ആക്രോശിച്ച് വിളിച്ചു പറഞ്ഞ ആ ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയാല ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചത് എന്ന് പറഞ്ഞ് 7 ഉപദേശങ്ങൾ സ്ഥാപിച്ച് ഒരു സഭയുടെ അടിസ്ഥാനം ദൈവാത്മാവിലെ പൗലോസ് ആരംഭിക്കുകയാണ്. ഒരു ദൂത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. നിന്നെ തിരഞ്ഞെടുത്ത സഭയുടെ വെളിപ്പാടിന്റെ ആഴത്തിൽ നിർത്തിയ കർത്താവ് നിന്നെ ഉപയോഗിച്ചിരിക്കും. നിങ്ങൾ തിരിച്ചറിയണം, ഒരു പ്രവാചകനെ, ഒരു അപ്പോസ്തലനെ ഒരു ദേശത്ത് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശം വെട്ടിപ്പിടിക്കാനാ, അവിടെ ചിലതിനൊക്കെ വളർത്താനാ, അവിടെ ചിലതിനൊക്കെ ക്രിസ്തുവിന് പ്രയോജനപ്പെടാനാ. പ്രവാചകന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ കൃപയെന്ന് പറഞ്ഞാൽ ചിലതിനെ പൊളിക്കും. നശിപ്പിച്ചു കളയാനല്ല ദൈവദാസനെ, അടുത്ത പണി തുടങ്ങാനാ. ഞങ്ങളുടെ ആന്റിയുടെ വീട് അത്യാവശ്യം കൊച്ചൊരു വീടായിരുന്നു. മൊത്തം ഇടിച്ച് പൊളിച്ച് ഒരു ദിവസം രാവിലെ JCB കൊണ്ടുവന്ന് മൊത്തം നിരത്തി മാറ്റി. ഞാൻ വിചാരിച്ച് അവർ താഴെ ഒരു വീട് വയ്ക്കുന്നത്. എൻ്റെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ആ വീടും പൊളിക്കുന്നു, പണി നടന്നുകൊണ്ടിരുന്ന വീടും പൊളിക്കുക. എന്നാ കഷ്ടം, ഇവർക്ക് എന്തിൻ്റെ പ്രാന്താണ് ഇത് കാണിക്കുന്നത്? എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ച്, ഇവർ കാശ് വല്ലതും ഉണ്ടോ? ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു, ഇതെന്തോ ഇവരോട് അവർ ആ വീടൊക്കെ പൊളിക്കും, എന്താ സംഭവം അറിയത്തില്ല, നമ്മൾ ചോദിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ അടുത്ത മനോഹരമായൊന്ന് പണിയാനാ. ഭയങ്കര നല്ല കഴിഞ്ഞ ആഴ്ച അവർ വീട് വാർത്ത് നിർത്തി. അപ്പം പൊളിക്കുന്നത് പണിയാനാ, ഒന്നുകൂടെ മോടി കൂട്ടാനാ, ഒന്നുകൂടെ 10 പേര് നോക്കണം. ഇന്ന് വരെ നിനക്കില്ലാത്ത ചിലതൊക്കെ ഉണ്ടാകണം. ഇടുങ്ങിയ ചില അവസ്ഥക്കകത്തിരുന്ന് നീ വിശാലതയിലേക്ക് വരണം. ഇതുവരെ പ്രയോജനപ്പെടത്തില്ല എന്ന് ചിന്തിച്ച മേഖലയിൽ നീ പ്രയോജനപ്പെടണം. അതിനാ സഭയിൽ ക്രിസ്തുവിന്റെ അഭിഷേകത്തോടുകൂടി ദൈവം നിയോഗത്തോടി പ്രവാചകനെ ആക്കി വെച്ചിരിക്കുന്നത്. അയ്യോ, പ്രവാചകൻ ആരും തമ്മിൽ അടുപ്പിച്ചിട്ടില്ല. ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ചെന്നിരിക്കുന്ന ഏലിയാവിന് പോലും സമാധാനത്തിന്റെ വാക്കായിരുന്നു, ഇല്ലേ? പുള്ളി അവിടെ അങ്ങനെ ചെന്നെന്നുള്ള എൻ്റെ ചിന്ത. പിന്നെ പ്രവാചകന്റെ വേഷഭൂഷത്തിൽ കണ്ടപ്പോൾ കയറ്റി വിട്ട് കാണും. എന്നാലും അവിടുന്ന് തൻ്റെ അടുത്തോളം ഇത്രയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പിടിച്ചു കൊല്ലായിരുന്നു. എന്നിട്ട് സമാധാനമായിട്ട് കാര്യം പറഞ്ഞ് ഇത് പ്രവചിക്കാൻ തുടങ്ങി നമുക്ക് കൺഫ്യൂഷനാണ്. പുള്ളി എപ്പോഴാണ് നിർത്തുന്നതെന്നും അറിയില്ല, വിഷയത്തിൽ വരത്തുമില്ല. 2.5 മണിക്കൂർ കഴിഞ്ഞാലും പക്ഷേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അതല്ലേ പറഞ്ഞത്. ഏത് ഈ വട്ടം കയറുന്ന മണീനീച്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പ്രവാചകന്റെ കാര്യമാണ്. സഭയിൽ പ്രവാചകൻ ഉണ്ടെങ്കിൽ സഭയ്ക്കകത്തൊരു വിശുദ്ധിയുടെ ചലനമുണ്ടാകും. അശുദ്ധമായ ഒന്നും അതിനകത്തേക്ക് കയറാൻ ഭയപ്പെടും. നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാന്ന് അറിഞ്ഞിട്ട് അതിന് തക്ക ഫലം കായ്ക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ ഇടിവ് നിൽക്കുന്നവന്റെ ആ കണ്ണീരും വേദന കണ്ട് 1 വർഷത്തോടെ അവസരം തരും. ഇല്ലെങ്കിൽ വേദോസം പറഞ്ഞു ചവിട്ടി കോടാലി വെച്ചേക്കുന്ന കോടാലികളെല്ലാം കൂടെ വെച്ചെന്നല്ല, കോടാലി വെച്ചേക്കുന്ന വേദോസം പറഞ്ഞ നമുക്ക് നമ്മൾ തന്നെ വേനയെന്ന്. വേദോസം പറഞ്ഞ നമുക്ക് നമ്മൾ തന്നെയാ. അപ്പൊ പ്രവചന ശുശ്രൂഷ അങ്ങോട്ട് ശക്തമാകുമ്പോൾ ചിന്തിച്ചോണം, സഭ വളരാൻ തുടങ്ങി. ദൈവദാസൻ നിങ്ങളുടെ വിഷയത്തെ നോക്കി ദൂത് തൊട്ട് പറഞ്ഞെങ്കിൽ ചിന്തിച്ചോണം, എനിക്കൊരു സമയമായി. പ്രവാചകൻ നിന്റെ കുറവ് പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയല്ല, കുറവ് പറഞ്ഞിട്ട് നിന്റെ ഉദ്ധാരണത്തിന്റെ വിഷയം പറഞ്ഞു തുടങ്ങി ചിന്തിച്ചോണം, ദൈവം സന്ദർശിക്കാൻ തുടങ്ങി. അപ്പൊ പ്രവാചകൻ ആദ്യത്തെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മുറിക്കും. ചക്ക പഴുത്തോന്നോ വിളഞ്ഞോന്നറിയാം എന്ത് ചെയ്യും നമ്മളൊന്ന്, നീ വാടാ, നീ വാ, നീ ഇതായിട്ട് വാ, കൊള്ളാം, വിളിച്ചപ്പോ വന്ന കണ്ടോ, പ്രയോജനപ്പെടും. ഇവൻ എത്രയുണ്ടെന്ന് എനിക്ക് അറിയണം, എനിക്ക് എത്രയുണ്ടെന്ന് അറിയണം. ഇവൻ അറിയാൻ നോക്കുമ്പോൾ ഇവൻ ഭയങ്കര സാധനം, അയ്യോ എന്നെ സ്നേഹോടാ, ഇവനാണ് 10-12 വർഷമായിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ അച്ചാച്ചെന്നൊക്കെ വിളിച്ച് ഞങ്ങളെപ്പോഴും തമാശയൊക്കെ പറയാം. അപ്പൊ എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇവനെയും ഇഷ്ടമായി, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിനകത്തൊരു സാധനമുണ്ട്, ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കർത്താവിന് ഇതിനകത്തറിയാം കുറെ എങ്ങനെ ആകുമെന്ന് അറിയണം. ഇതിനകം എന്തുകൊണ്ട് കർത്താവിന് അറിയാം. പിന്നെ ആകപ്പാടെ കൊലോസിലേഖനത്തിന്റെ ഒരു വാക്യം നമുക്കൊരു പിൻബലം. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമ്മുടെ മേൽ തന്നേക്കുന്നത്. അടുത്തൊരു ബിൽഡിങ്ങിന് വേണ്ടി ഇന്നുവരെ ഇല്ലാത്ത ചിലവ് നിങ്ങൾ പുറത്തു വരണം. ഇന്നുവരെ കാണാത്ത ചില റൂമുകൾ, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില
ഡെക്കറേഷനുകൾ, വെറൈറ്റികൾ ഒക്കെ നിന്നിൽ നിന്ന് അനേകം കാണണം. ആ സ്വോത്രം പറഞ്ഞു, നന്നായിട്ട് സ്വോത്രം പറഞ്ഞു. പ്രവാചകന്മാർ എണീക്കണം. അന്ത്യകാലത്ത് സകടജലത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും. സഭാ കാലഘട്ടത്തെ കുറിച്ച് പറയുക. അപ്പൊ പ്രവചിച്ചു തുടങ്ങിയില്ല അച്ഛാ, ഞാൻ നിന്നില്ല ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചോണം, ദൈവസഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം തന്ന കൃപാവരങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു വരം തന്നെയാ പ്രവചനം ആണല്ലോ. ഈ പ്രവചനത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി ചേർത്ത് നിർത്തുന്നതാ. ചേർത്ത് നിർത്തും. നിർത്തത്തില്ലേ? എടാ നിർത്തുന്നുള്ളോണ്ടാ ബാളിന് മുട്ടുമടക്കാത്ത 7000 ഏലിയാവിനോട് ദൈവം മാറ്റി വെച്ചത്. അതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഏലിയാവിനും ഉണ്ടായിരുന്നു. ചേർത്ത് നിർത്തും. കൃപയുള്ള, വിശുദ്ധിലും വേർപാടിലും ദൈവിക പരിജ്ഞാനത്തിലും നിൽക്കുന്ന കുറെ അന്നത്തെ ദൈവം മാറ്റി വെച്ചേക്കുക. നിങ്ങൾ ഇന്ന് കാലഘട്ടത്തെ വിവരിച്ചോണം. ഞാൻ ഒരിക്കൽ പറഞ്ഞതാ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എനിക്ക് ജോബിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തോ പ്രവചിക്കാനാ? എനിക്ക് ജോബിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. കുറവുകളെല്ലാം പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ തള്ളിക്കളയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? കാണപ്പെടുന്ന നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റാത്ത നീ എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്ന? ഇല്ലേ? ഞാൻ പറഞ്ഞ കൃപാവരങ്ങളെല്ലാം സഭയുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എന്ന് പറഞ്ഞു. ജോബി ഞാൻ ഒന്നുകൂടെ വിളിക്കും. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ അതൊന്നുകൂടെ വായിച്ചു തരാം. ഞാൻ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വായിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നല്ലൊരു ഒരു വാക്ക് പറയാം. ഈ 5 വിധ ശുശ്രൂഷകളെ കുറിച്ച് അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന്, അതായത് സഭയ്ക്ക്, നമുക്ക് ചങ്കത്ത് കൈ വെച്ചാൽ എനിക്ക് ആത്മീക വർധനവ് വരുത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജരാക്കുന്നതിനാണ്. എന്തിനു വേണ്ടിയാ? ദൈവസഭയിൽ വിശുദ്ധന്മാർ വർദ്ധിച്ചു വന്ന ശുശ്രൂഷകൾ ശോഭിക്കണം. അതിനാ ചിലരെ എടുത്തത്. എല്ലാരെയും എടുത്തില്ല, ചിലരെ എടുത്തു. എല്ലാരും അപ്പോസ്തലന്മാരല്ല, എല്ലാരും പ്രവാചകന്മാരല്ല, എല്ലാരും ഉപദേഷ്ടകന്മാരല്ല, എല്ലാരും ഇടയന്മാരല്ല, എല്ലാരും സുവിശേഷന്മാരും അല്ല. അതിൽ ചിലരെ എടുക്കുക. എന്തിനാ? സഭയ്ക്കകത്ത്, യൂണിവേഴ്സൽ ചർച്ചിനകത്ത് വിശുദ്ധന്മാർ വളരണം. പിടികിട്ടിയോ? എനിക്ക് ഷൈൻ ചെയ്യാനല്ല എന്നെ അപ്പോസ്തലനാക്കിയത്. കണ്ണീരൊഴുക്കിയ, വേദനപ്പെട്ട, നിരാശപ്പെട്ട ഒരു കൂട്ടം മാതാക്കളെയും പിതാക്കന്മാരെയും രോഗികളെയും കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞെങ്കിൽ എനിക്ക് മനസ്സലിയണം. ഞാൻ മനസ്സലിയണം. അടുത്ത പദം വളരെ ഇമ്പോർട്ടൻ്റാ, ശ്രദ്ധിച്ചോണം. വിശുദ്ധന്മാരെ സജ്ജരാക്കാനെന്ന് പറഞ്ഞിട്ട് അടുത്ത പദം എനിക്കതാ പൗലോസിന്റെ ഭയങ്കര ദൈവശാസ്ത്രമാണ്. വളരെ കൃത്യമായിട്ട് അതിനകത്ത് കൃത്യമായി ദൈവിക പദ്ധതി എഴുതിയിരിക്കും. നിങ്ങൾ നോക്കണം. ഞാൻ ക്രിസ്തുവിൽ എത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചേക്കാവേ. അതിനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. എങ്ങനെയാ? 12ാം വാക്യം മറക്കരുത്. അങ്ങനെ ആയിട്ട് വിശുദ്ധരെ സജ്ജരാക്കണം. എന്നിട്ട് നാം എല്ലാവരും, നിങ്ങൾ ചിന്തിച്ച് ഈ നാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറയാൻ ഒരു മടി കണ്ടില്ല. നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ മതി. കാരണം പുള്ളി അപ്പോസ്തലനാണ്. പുള്ളിയുടെ നാം എല്ലാവരും 1 വിശ്വാസത്തിൽ, 2 ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. ഒന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് ഉണ്ടാകേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാ. 1 വിശ്വാസത്തിൽ വളരണം. അപ്പോൾ തന്നെ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് യേശുവിനെ അറിയാം. ആ പരിജ്ഞാനം ഞാൻ കാണിക്കണം. അതാ യാക്കോബ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയാൽ തെളിയിക്കണം. ജ്ഞാനവും പരിജ്ഞാനം ഞാൻ ഒരിക്കൽ ഇവിടെ പ്രസംഗിച്ചതാ. ഇന്ന് പുതിയ 1-2 പേർ ഉള്ളതുകൊണ്ട് പറഞ്ഞു വരുക. ജ്ഞാനം തക്ക സമയത്ത് പറയുന്ന വാക്കാണ്, പരിജ്ഞാനം അതിനെ പ്രദർശിപ്പിച്ച് കാണിക്കുന്നതാണ്. എൻ്റെ എബി പാസ്റ്ററിനെ വിളിച്ചിട്ട് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ കാര്യമായിപ്പോടാ, നിനക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്കറിയാം. ഇടുത്തിയിൽ
ഇടിവെട്ടി എൻ്റെ തലയിൽ പാമ്പൂടെ കടിച്ചെന്ന് പറഞ്ഞിട്ട് അതാണ് പരിജ്ഞാനം? ഇല്ല ബി, പേടിക്കണ്ട, നമ്മുടെ ദൈവം ജീവിക്കുന്നു. ആ വാക്ക് ആശ്വാസവും സമാധാനമാണ്. അതാ പരിജ്ഞാനം, ജ്ഞാനം. ഈ ജ്ഞാനത്തെ വചനം കൊണ്ടോ അല്ലെ എൻ്റെ ജീവിതം കൊണ്ടോ ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ടോ പരിജ്ഞാനത്താൽ അത് വെളിപ്പെടുത്തി കൊടുക്കുക പരിജ്ഞാനമാകുന്നത്. അപ്പം വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും അപ്പം നമ്മൾ ഈ രണ്ട് കാര്യം എന്ത് ചെയ്യണം? പ്രദർശിപ്പിക്കണം. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്യുകയും ഞാനിവിടെ പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ യേശുവിനെ ഇവിടെ വരച്ചു കാട്ടുമ്പോൾ അനേകർക്ക് ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് മടങ്ങിപ്പോകാനുള്ള ഒരു വെളിപ്പാടായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുണ്ടാകുന്നില്ല എങ്കിൽ എൻ്റെ ശുശ്രൂഷ വെറുതെയാ. അപ്പോൾ വിശുദ്ധന്മാരുടെ ഒരു വലിയ കൂട്ടം ഉണ്ടായാൽ മാത്രം പോരാ, അവർ വിശ്വാസത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? വളരണം. എന്നിട്ട് നിങ്ങൾ പരിജ്ഞാനത്തിലും ഐക്യം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ നിറവിനനുസരണമായി പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വളരാനിടയായി തീരണം. നമ്മൾ ദൈവത്തും എന്ന് പറയാം. ഇവിടെ വചനത്തിൽ പറയാം നമ്മൾ മനുഷ്യത്വമുള്ളവരാകണമെന്ന്. 5 വിധ ശുശ്രൂഷ സഭയിൽ വിശുദ്ധന്മാരെ വർദ്ധിപ്പിക്കാൻ, അവരെല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വളരണമെന്ന്. ചിലപ്പോൾ നമ്മൾക്കൊക്കെ ഈ വചനത്തിന്റെ അറിവങ്ങോട്ട് കൂടുമ്പം കണ്ണിന് ഇരുട്ടാ അല്ലേ? വചനമായവന് കണ്ണ് ഇരുട്ട് കയറിയില്ല സോനു ബ്രദറെ. അവന് കുഷ്ഠരോഗിയെ തൊടാൻ മടിയില്ലായിരുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ അനുവാദമില്ലാതെ തൊട്ടതിനെ ചാടി കയർത്തില്ല. അങ്ങ് അവിടെ സ്ത്രോഫോനിക്കാരി ഒരു സ്ത്രീ അങ്ങ് അവിടുന്ന് ദൂരദേശം വന്നിട്ട് കർത്താവേ എന്തൊക്കെ വേണ്ടി ഉടനെ പുള്ളി ഒന്ന് തിരസ്കരിച്ച് മാറാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറി അവളെ വിശ്വാസം പരീക്ഷിച്ചപ്പോൾ ഇല്ല, ഞങ്ങളുടെ ബിസ്ക്കറ്റ് ഒരിക്കലും നിങ്ങൾ കഴിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, ദൈവമക്കളുടെ അവകാശം നിങ്ങൾ തരത്തില്ലെന്ന് വാദിച്ച ക്രിസ്തുവിനോട് പറയുക. നിങ്ങളുടെ നായ്ക്കെട്ടുകൾ കഴിച്ചിട്ട് ബാക്കി വരുന്നില്ലേ, അത് മതി. ഈ പഞ്ചായത്തിൽ കിടന്ന പട്ടികളെ പോലെ കണ്ടാലും മതി. ഞാൻ നാടൻ ഭാഷ അങ്ങ് പറയാം. അത്ര എളിമയോടെ കരഞ്ഞു നിൽക്കുന്ന സ്ത്രീയോട് പറയാ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചെന്ന്. അവന്റെ കണ്ണിൽ ഇരുട്ട് കയറിയ മനുഷ്യത്വണ്ടായിരുന്നു. കൃപാവരം വർദ്ധിക്കുമ്പോഴേ, പ്രവചനത്തിന്റെയും വെളിപ്പാടിന്റെയും ആഴം കൂടുമ്പോഴേ കണ്ണിൽ ഇരുട്ട് കയറരുത്. തലക്കനം വർദ്ധിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് താഴാൻ തക്കവണ്ണമേ വളരാവൂ. വെയിറ്റ് കൂടിക്കോട്ടെ, സഭ വളരും. ദൈവാത്മാവിൽ പ്രവചനത്തിന്റെ അഭിഷേകത്തിന്റെ മറവിൽ നിന്ന് പറയുക, സഭ വളരും പക്ഷേ ദേശത്തെ സൂക്ഷിച്ച് നോക്കിക്കോണം. നിന്റെ സമൂഹം നിന്നിലേക്ക് വളരുന്നു നോക്കിക്കോണം. യേശു നടന്നു പോകുമ്പോഴൊക്കെ കുഷ്ഠരോഗി വിളിക്കുന്നു, കുരുടൻ വിളിക്കുന്നു. അവിടെ മനസ്സലിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം കൃപാവരം എന്തിനാന്ന് മനസ്സിലായോ? പ്രവചനം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം മാത്രം പറയാ, ചിലതിനെ പൊളിക്കുന്നത്, ചിലതിനെ വളർത്താൻ വേണ്ടിയാ, ചിലതിനെ തകർക്കുന്നത് പുതുക്കി പണിയാനാന്നേ. ഇതൊക്കെ സംഭവിക്കാൻ ചിന്തിച്ചോണം. സഭയിൽ വിശുദ്ധന്മാരെ സജ്ജരാക്കാനാ. അവർ സജ്ജരായ പോരാ, അവർ വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും നന്നായി ക്രിസ്തുവിനെ നിറവോളം വളർന്ന് മനുഷ്യത്വമുള്ളവരായി തീരണം. അതാ ക്രിസ്തുവിന്റെ ഭാവം. അതാ ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഭാവം വേണമെന്ന്. നമുക്കത് ആവശ്യമാണ്. വാസ്തവം ഒന്ന് എണീക്കാവോ? വചനത്തിനു ഭാഗം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. ഈ 12:30 സമയം കൃപാവരങ്ങൾക്കകത്തൊരു ചലനം ഉണ്ടാകണം. സഭയിൽ പ്രവാചകൻ എഴുന്നേൽക്കണം. അപ്പോസ്തലനെ ആവശ്യമാണ്. ഞാൻ പറയുന്നു, ദൈവാത്മാവിന്റെ നിറവിൽ നിന്ന് പറയട്ടെ, ഈ സഭയിൽ പ്രവാചകൻ ആവശ്യമാണ്.
ഈ സഭയിൽ അപ്പോസ്തലൻ ആവശ്യമാണ്. ഇതിനകത്ത് സുവിശേഷകൻ ആവശ്യമാണ്. ഇതിനകത്ത് ടീച്ചർ ആവശ്യമാണ്. ഇതിനകത്ത് ഇടയന്മാർ ആവശ്യമാണ്. പക്ഷെ ഇതൊന്നും വൃഥാ പേര് പറഞ്ഞ് നടക്കാനല്ല, സഭയുടെ ഉന്നമനത്തിനാ, വിശുദ്ധന്മാർ ഇനി വളരേണ്ടതിനാ. നാം എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാൽ നമ്മുടെ വിശ്വാസത്തിൽ വളർന്നു വരാനാ. വളർച്ച പ്രാപിച്ച് ചീർത്തു പോകാനല്ല, ഒരു മനുഷ്യത്വം, മനുഷ്യനായിരിക്കും നമുക്ക് മനുഷ്യത്വം മറ്റുള്ളതിനോട് കാണിക്കാൻ വേണ്ടി. അവിടെയാ മിറക്കിള് നടക്കുന്നത്. മനുഷ്യത്വം കാട്ടിയ, ക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന, യേശുവിന്റെ മുമ്പിൽ വന്ന ഒരു വ്യക്തി പോലും മുടന്തൻ വന്നെങ്കിൽ മുടന്തനായി മടങ്ങി പോയില്ല. കുഷ്ഠരോഗി വന്നിട്ട് കുഷ്ഠരോഗിയായി പോയില്ല. എന്തിനാ? എല്ലാം നഷ്ടപ്പെട്ട ഏക പ്രതീക്ഷയായ മരണത്തിന്റെ കറുത്ത കരാള ഹസ്തങ്ങളാൽ പിടിക്കപ്പെട്ടിരുന്ന നൈനിലെ വിധവയുടെ മകൻ ആ മരണ ശരീരത്തോടു കൂടിയല്ല പോയത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, മനുഷ്യത്വം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ദൈവത്തിന്റെ പരിജ്ഞാനം പ്രവർത്തിപ്പാൻ തുടങ്ങും. ദൈവത്തിന്റെ പകരക്കാരനായി നിങ്ങൾ മാറ്റപ്പെടും. ഒരു നിമിഷം എന്നെ ഒന്ന് ബിൽഡപ്പ് ചെയ്യണം കർത്താവേ. എത്ര പേർക്ക് പറയാൻ പറ്റും? ആ മാറിലേക്ക് കരമത് വെച്ചാട്ടെ. എത്ര പേർക്ക് വിശ്വാസത്തോടെ വിളിച്ച് പറയാൻ പറ്റും, കർത്താവേ ഞാൻ തൊടുമ്പോൾ രോഗികൾ സൗഖ്യമാകണം അപ്പാ. ഞാൻ തൊടുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ പ്രവചിക്കുമ്പോൾ, ഞാൻ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അനുമാനം നിങ്ങൾ പറയണം, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്താലും, ഞാൻ ഉപജീവന മാർഗത്തിലായിരുന്നാലും കർത്താവേ ഞാൻ നിന്റെ ഒരു അത്ഭുതമായി മാറണം. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എന്റെ കൂടെ മിനിസ്ട്രി ചെയ്യുന്നവർ, എന്റെ സഭ, എന്റെ ദേശം എന്നിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ അങ്ങയുടെ പരിജ്ഞാനത്തിലും അങ്ങയുടെ വിശ്വാസത്തിലും മനുഷ്യത്വമുള്ളവനെ തീരുവാൻ എന്നെ നീ ഉപയോഗിക്കണം കർത്താവേ. Oh Jesus name, hallelujah. Oh hallelujah. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ 21 ഇരുന്നിട്ട് പ്രാപിക്കാൻ കഴിയാത്തത്, 40 ഇരുന്നിട്ട് പ്രാപിക്കാൻ കഴിയാത്തത് ഇന്ന് എനിക്ക് വേണം അപ്പ. എന്നെ നീ വിളിച്ചെങ്കിൽ, എന്നെ നീ നിയോഗിച്ചെങ്കിൽ, എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും നിന്റെ പുസ്തകത്തിൽ നീ എഴുതി ചേർത്തെങ്കിൽ, ആ വിളിക്ക് അനുയോജ്യമായി ഞാൻ പ്രയോജനപ്പെടേണ്ടതിന് എന്നെ നീ ഒന്ന് പ്രയോജനമുള്ളവനാക്കി മാറ്റണം. ഞാൻ അങ്ങയുടെ ശബ്ദമായി മാറുവാൻ, ഞാൻ അങ്ങയുടെ കരമായി തീരുവാൻ, ഞാൻ അങ്ങയുടെ പാദമാകുവാൻ, എന്റെ നോട്ടം അങ്ങയുടെ നോട്ടമാകുവാൻ. ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും തരാനില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു എന്ന് പറഞ്ഞ് പത്രോസും യോഹന്നാനും ആ പാരമ്പര്യം പറയാൻ പ്രാപ്തിയുള്ള രോഗിയുടെ മേൽ ഉറ്റുനോക്കിയപ്പോൾ അവന്റെ പാരമ്പര്യ രോഗം മാറിയതുപോലെ, അവന്റെ ആ 38 വർഷത്തെ ആ പൈശാചിക ബാധ അവനെ വിട്ട് മാറിയതുപോലെ എന്നെ നീ പ്രയോജനപ്പെടുത്തണം കർത്താവേ. ഞാൻ ചിലതിനെ നോക്കുമ്പോൾ, ഞാൻ ചിലതിനെ സ്പർശിക്കുമ്പോൾ, ഞാൻ എന്റെ വിഷയങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ ശാപങ്ങൾ അഴിഞ്ഞു മാറുന്നത് കാണുവാൻ, രോഗങ്ങൾ, പൈശാചിക ബാധകൾ അഴിഞ്ഞു മാറുന്നത് കാണുവാൻ ഒരു നിമിഷം എല്ലാ കണ്ണുമടച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ അങ്ങയുടെ വചനം പറയുന്ന വിശ്വാസത്തിലും ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിലും മനുഷ്യത്വം പ്രാപിച്ച് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്ന് ഈ ദേശത്ത് ഒരു ദൈവ സഭ, ദൈവിക പരിജ്ഞാനത്തിന്റെ സഭ ഉടലെടുക്കേണ്ടി നിർത്താറ്. അതിനായി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ നിങ്ങളുടെ കൃപ കൊണ്ട് നിറയ്ക്കുക. തന്ന കൃപയ്ക്ക് നന്ദി, തന്ന ഫെലോഷിപ്പിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ചിട്ടല്ല വന്നത്, ഇത്രത്തോളം സമയം